സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് നമ്മളെല്ലാവരും കരുതുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ബന്ധപ്പെട്ട തലങ്ങളിൽ നിന്നുണ്ടാകും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ചില കേന്ദ്രങ്ങളിൽ ഈ നാടിൻ്റെ ഈ സഹകരണ സംവിധാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. സഹകരണം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ കൂടിയും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേന്ദ്ര ഗവൺമെൻറ് ഈ സഹകരണ മേഖലയിലേക്ക് കടന്നു കയറുവാനായിട്ടുള്ള വഴികൾ ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങൾ ഒരുക്കുകയുമാണ് എന്നുള്ളത് പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. സഹകരണ സംഘങ്ങളെ കൈപ്പിടിയിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾ ഉൾപ്പെടെ പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നിലവിലുള്ള ഈ സഹകരണ സംവിധാനത്തിൽ ഏതൊക്കെ തരത്തിൽ കടന്നു കയറാൻ സാധിക്കും എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 43C ഭേദഗതിയൊക്കെ ആ നിലയിൽ നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ഏത് വിധേനയും ഇതിനെ കൈപ്പിടിയിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ്. കാരണം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ കേരളം സഹകരണ രംഗത്ത് വളരെ മുന്നേറ്റം കൈവരിച്ചിട്ടുള്ള വളരെ കരുത്താർജിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. സമാനമായ നിലയിൽ തന്നെ സഹകരണ മേഖല നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ആ ഗുജറാത്തിൻ്റെ സഹകരണ മേഖലയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടുകയും അതിൻ്റെ കൃത്യമായ പരിപാടികൾ ഇതിൻ്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ചില ആളുകളൊക്കെയാണ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് രാജ്യത്തെമ്പാടുമുള്ള സഹകരണ പ്രസ്ഥാനങ്ങളെ കൈപ്പിടിയിലാക്കുവാനായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇതിനെ എങ്ങനെ വളഞ്ഞ വഴിയിൽ കൈപ്പിടിയിലാക്കാം എന്ന് നല്ല ബോധ്യമുണ്ടാവുകയും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണ്, മറ്റു തരത്തിൽ പറഞ്ഞാൽ സഹകരണ മേഖലയുടെ അന്തസത്ത തന്നെ ഇല്ലാതാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ചെറുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ സഹകരണ മേഖലയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് നമുക്ക് നിർഭാഗ്യവശാൽ നമ്മൾ അഭിലഷണീയമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സർക്കാരുകൾ മാറി വരും. കേരളത്തിലെ എല്ലാ കാലത്തും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സർക്കാരുകൾ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഭരണ കുറച്ച കഴിഞ്ഞവർ ഉണ്ടായി എന്നതിൻ്റെ അർത്ഥം ജീവനാന്തകാലം ആ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടാകും എന്നല്ല. ഏത് സർക്കാരുകൾ മുൻകാലങ്ങളിലൊക്കെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും സഹകരണ പ്രസ്ഥാനങ്ങളോട് പ്രത്യേകിച്ച് കാർഷിക വികസന ബാങ്കിൻ്റെയൊക്കെ കാര്യത്തിൽ വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടുകളാണ് മുൻകാലങ്ങളിലൊക്കെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏത് വിധേനയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന കാർഷിക വികസന ബാങ്കിനെ കൈപ്പിടിയിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളൊക്കെ സംസ്ഥാനത്ത് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതും വളരെ നിർഭാഗ്യകരമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിരന്തരമായിട്ട് കേസുകൾക്ക് വിധേയമാവുകയും പല ബാങ്കുകളും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഭരണസമിതികളെ പിരിച്ചുവിടുകയും സംസ്ഥാന കാർഷിക വികസന ബാങ്കിനെ തന്നെ കൈപ്പിടിയിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ സംഘടനയും ബാങ്കും ഒക്കെ എല്ലാ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സഹകരണ മേഖലയുടെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷ സ്വഭാവവും ജനാധിപത്യ സ്വഭാവവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ സഹകരണ മേഖല നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മൊബൈലിൽ അങ്ങനെ കയറി പോകല്ലേട്ടാ.
സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആശ്രയമാണ്, കർഷകരുടെ ആശ്രയമാണ് കാർഷിക വികസന ബാങ്ക് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട് കൃഷിക്കാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൃഷിയാണ്. കൃഷിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം ജനങ്ങളും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ, നാഷണലൈസ് ബാങ്കുകളോ അല്ലെങ്കിൽ അന്നത്തുണ്ടായിരുന്ന ബാങ്കുകളൊന്നും കർഷകർക്ക് സഹായകരമായ നിലപാടുകൾ എടുത്തിരുന്നില്ല. അല്ലെങ്കിൽ കർഷകർക്ക് കയറി ചെല്ലാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ബാങ്കിങ് സംവിധാനമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന സഹകരണ പ്രസ്ഥാനങ്ങളാണ് കർഷകർക്കും തൊഴിലാളികൾക്കും സാധാരണക്കാർക്കുമൊക്കെ താങ്ങും തണലുമായി നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് കർഷകരെ സഹായിക്കുന്ന നടപടികൾ ഇന്ന് ആയിരക്കണക്കിന് കർഷകരാണ് കാർഷിക ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത് അവരുടെ ഉപജീവന മാർഗം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു വലിയ സംവിധാനം കാർഷിക ഗ്രാമ വികസന ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ കാർഷിക ഗ്രാമ വികസന ബാങ്കിൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ആ ബാങ്കിലെ ജീവനക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഡാറ്റ മുഴുവൻ പരിശോധിച്ചുകൊണ്ട് എന്ത് ഡാറ്റയാണ് ഒരു കേന്ദ്ര ബാങ്ക് അല്ല കേന്ദ്ര ഗവൺമെന്റ് ആരുടെ ഡാറ്റയാണ് കൊണ്ടുപോകാൻ? ഈ കേന്ദ്ര ബാങ്കിന് ഡാറ്റ കൊണ്ടുപോകണമെങ്കിൽ ഈ നമ്മുടെ കാർഷിക വികസന ബാങ്കിലെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാത്രം ഡാറ്റ എടുക്കാനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിന്. കേന്ദ്ര സർക്കാർ വിചാരിച്ചത് ഏത് സ്ഥലത്തിലും ഡാറ്റ എടുക്കാനുള്ള സംവിധാനം അവരുടെ കയ്യിൽ എല്ലായിടത്തും ഉണ്ട്. അത്ര വിശാലമായ സംവിധാനം ഉള്ളതല്ലേ കേന്ദ്ര ഗവൺമെന്റിന്. അപ്പൊ ഇവരെല്ലാം കൂടി ബുദ്ധിമുട്ടിക്കുന്ന ആരെയാണ്? നമ്മുടെ കാർഷിക വികസനമായി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. ഈ സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നുണ്ട്. ആരുടെ കുഴപ്പമാണ്? പറഞ്ഞു വരുമ്പോൾ ആരുടെ പുറത്താണ് ഈ അതായത് സംസ്ഥാന കാർഷിക വികസനത്തിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടെങ്കിൽ ഈ